എനിക്ക് മനസ്സിലായി. സത്യം 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 മാത്രമേ പറയാവൂ. സന്തോഷമായോ? കമോൺ, നീ ഇപ്പോഴും കാര്യത്തോടെയല്ല. വെറും സത്യം മാത്രം മതിയാവില്ല. നമ്മൾ കരുണ കാണിക്കണം, എന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഓ കമോൺ, നീ പറയുന്നത് ഞാൻ ആരെയെങ്കിലും അടിച്ചാൽ പിന്നീട് ഞാൻ അവരുടെ കണ്ണുനീർ തുടയ്ക്കണമെന്നാണോ? നീ തമാശ പറയായിരിക്കും. ആരെങ്കിലും വേദനപ്പെട്ടിരുന്നാൽ നമുക്കവരോട് കരുണയോടെ സംസാരിക്കാം, എന്നിട്ടവരെ സന്തോഷിപ്പിക്കാം. ആദ്യത്തെ കാര്യം, നീ ഒരിക്കലും വഴക്കിടരുത്. പിന്നെ തെറ്റ് നിന്റെടുത്താണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? നമ്മൾ കരുണയുള്ളവരായാൽ ധാരാളം കൂട്ടുകാരെ ഉണ്ടാക്കാം. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അവരും അത്ര കരുണ നമ്മളോട് കാണിച്ച് നമ്മെ സഹായിക്കും. അതുതന്നെയായിരുന്നു സിംഹവും ചെയ്തത്. എന്നിട്ടവന് കരുണ കാണിച്ചതിനുള്ള സമ്മാനവും കിട്ടി. കരുണയുള്ളവരാവുക. ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം വയർ നിറയെ ഭക്ഷണം കഴിച്ചുറങ്ങുകയായിരുന്നു. ഒരു ചുണ്ടലി അതിലൂടെ പോകാൻ ഇടയായി. അത് പതുക്കെ സിംഹത്തിന്റെ മുകളിലേക്ക് നടന്നു വന്നു. ഞാൻ ഒരിക്കലും ഒരു സിംഹത്തെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. എന്തൊരു ചെവി, എത്ര നല്ല പിങ്ക് മീശ, മനോഹരമായ കുഞ്ചിരോമം. ഇവൻ ശരിക്കും മഹാരാജാവ് തന്നെ. ഞാൻ ഇവന്റെ മേലെ കയറി കളിക്കട്ടെ. ഇവൻ നല്ല ഉറക്കത്തിലാണ്. എലി സിംഹത്തിന്റെ മുകളിൽ കളിച്ചു. പക്ഷേ സിംഹം ഉണർന്നു. ആരാണിത്? എടാ എടാ ചുണ്ടലി, എന്നെ ഉണർത്താൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ വിശ്രമത്തെ ശല്യപ്പെടുത്തുന്നവൻ മരണയോഗ്യനാണ്. ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ്. എന്നെ ദയവായി തിന്നരുത് മഹാരാജാവേ. ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു. എന്നെ വിട്ടയക്കണം. താങ്കൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കാമെന്ന് വാക്ക് തരുന്നു. ആർക്കറിയാം, ഒരു ദിവസം ഞാൻ താങ്കളുടെ ജീവൻ രക്ഷിച്ചേക്കാം. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. നീ എന്റെ ജീവൻ രക്ഷിക്കുമെന്നോ? എന്തൊരു വിഡ്ഢിത്തരമാണിത്. പക്ഷേ നീ എന്നെ ചിരിപ്പിച്ചിരിക്കുന്നു, കൂടാതെ എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കാൻ പോകുകയാണ്. അങ്ങനെ സിംഹം വിരലുകൾ നിവർത്തി എലിയെ പോവാൻ അനുവദിച്ചു. വളരെ നന്ദി മഹാരാജാവേ. താങ്കൾ കാണിച്ച കരുണയ്ക്ക് നന്ദി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചുണ്ടലി ഒരു പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് താഴെയിട്ടു. എന്തായിരുന്നു ദുശബ്ദം? ഓ, സിംഹത്തിന്റെ ഗർജനം. സിംഹത്തിന് എന്തോ ആപത്തുണ്ടായെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ചുണ്ടലി ഗർജനം കേട്ട സ്ഥലത്തേക്ക് ഓടി. അവിടെ വയലിൽ കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ടു. ഓ, നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ വലയിൽ നിന്ന് പുറത്തു വരാനാവുന്നില്ല. മഹാരാജാവേ, വിഷമിക്കേണ്ട. ഞാനിവിടെയില്ലേ. ഞാൻ താങ്കളെ രക്ഷിക്കാം. ചുണ്ടലി ഉടൻ വല കടിച്ചു മുറിച്ച് തുണ്ടുകളാക്കി. എന്നിട്ട് സിംഹം സ്വതന്ത്രനായി വീണ്ടും എഴുന്നേറ്റ് നിന്നു. സിംഹം ചുണ്ടലിയെ നോക്കി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നീ ഒരുപാട് ചെറുതായതുകൊണ്ട് ഞാൻ നിന്നെ വല്ലാതെ കളിയാക്കി. എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അതെന്റെ കടമയാണ് മഹാരാജാവേ. അന്നു മുതൽ ശേഷിച്ച ജീവിതകാലം മുഴുവനും അവർ ഒരുമിച്ച് ജീവിച്ചു. മജസ്റ്റിക്. രാജകീയമായ അഥവാ മാന്യതയുടെ പ്രൗഢി. ട്രെംബ്ലിംഗ്. പേടിച്ചു വിറയ്ക്കുക. റിലീഷ്. സന്തോഷം നേടുക.